കണ്ണൂർ പറമ്പായിൽ SDPI പ്രവർത്തകരുടെ സദാചാര ആക്രമണത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി പോലീസ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ദാരുണമായ എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാമോ എന്നറിയില്ല, പക്ഷേ അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ നടന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും ഈ SDPI പ്രവർത്തകരാണോ? അതെ ശ്രീജ, ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പിണറായി പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ലജ്ജാകരമായ ഒരു സംഭവമാണ്. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറമ്പായിൽ ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവർ 3 പേരും സജീവ SDPI പ്രവർത്തകരാണ്. മാത്രമല്ല ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ നിരവധി നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരണം അതിലുണ്ട്. അതായത് സംഭവം താലിബാനിസം എന്നാണ് PK ശ്രീമതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്. ആത്മഹത്യയാണെങ്കിലും ആൾക്കൂട്ട വിചാരണയിൽ നടന്ന ആ മനംനൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് പറമ്പായിലെ ഈ യുവതി ഒരു യുവാവിനൊപ്പം, അതായത് ഇതര മതസ്ഥയിൽപ്പെട്ട ഒരു യുവാവിനോടൊപ്പം സംസാരിച്ചു, അല്ലെങ്കിൽ അവരുടെ കാറിലേക്ക് എത്തിയെന്ന ഒരു കാരണം പറഞ്ഞ് വലിയ തോതിൽ ആൾക്കൂട്ടം ഇത്തരത്തിൽ ഇവരെ തടഞ്ഞു വെക്കുകയും മണിക്കൂറുകളോളം മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തത്. അതായത് ഈ യുവാവിനെ 5 മണിക്കൂറാണ് ഇവർ തടങ്കലിൽ വെച്ചത്. ഈ സംഭവത്തിന് തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി 5 മണിക്കൂർ തടങ്കലിൽ വെച്ചു. മാത്രമല്ല ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, ടാബ്, ഇത് മുഴുവൻ പരിശോധിച്ചു. അത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് അത് പിടിച്ചെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായത്. അത്ര വരെ ആ സമയം ഈ ടാബും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഇവരുടെ കയ്യിൽ തന്നെയായിരുന്നു. SDPIയുടെ പാർട്ടി ഓഫീസ് പറമ്പായിലെ ഓഫീസിലും കൊണ്ടുപോയി മണിക്കൂറുകളോളം വിചാരണ നടത്തി. ഈ യുവാവിനെ ഏറ്റവും ഒടുവിൽ യുവതിയുടെയും യുവാവിന്റെയും രക്ഷിതാക്കളെ ഈ SDPI ഓഫീസിൽ വിളിച്ചു വരുത്തി. അതിനുശേഷമാണ് ഇയാളെ വിട്ടേക്കുന്ന സംഭവം ഉണ്ടായത്. ഇതിനിടയിൽ തന്നെ ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതെല്ലാം ഈ യുവതിയുടെ ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് ഇതിൽ മനംനൊന്ത് യുവതി ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യാ കുറിപ്പിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്റെ ആൺ സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിൽ ഇത്തരം തടഞ്ഞു വെക്കുകയും വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുകയും ചെയ്തു എന്നത്. എന്തായാലും ഇന്നലെ ഇതിൽ ഏറ്റവും പുതുതായി വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് ഇന്നലെ മയ്യലിൽ, ഈ യുവാവിന്റെ വീട് മയ്യലിലാണ്. മയ്യലിൽ ഈ യുവാവിന്റെ മൊഴിയെടുക്കാനായി പോലീസ് എത്തിയിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയാൾ ഇപ്പോൾ എവിടെയുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ യുവതിയുടെ പിതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മുബഷീർ, അതുപോലെ തന്നെ റെഹ്നാസ്, ഫൈസൽ, ഇങ്ങനെ 3 SDPI പ്രവർത്തകരാണ് നിലവിൽ അറസ്റ്റായിട്ടുള്ളത്. ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പിണറായി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം, മംഗളൂരുവിൽ, കർണാടകയിൽ പല ഭാഗങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ സമീപകാലത്ത് ഇത്തരത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ പിണറായി വിജയന്റെ തന്റെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അത്രത്തോളം വലിയൊരു സദാചാര ഗുണ്ടായിസ ആൾക്കൂട്ട വിചാരണയാണ് നടന്നത്. ഈ യുവതിക്ക് അത്രത്തോളം മനസ്പ്രയാസമുണ്ടായി, അവരുടെ വീട്ടുകാർക്ക് പ്രയാസമുണ്ടായി. അവരൊക്കെ ഇതിലേക്ക് വലിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. വെറും ഒരു ആൺസുഹൃത്തിനോട് സംസാരിച്ചു എന്ന ഒരു ഒറ്റ കുറ്റം കൊണ്ടാണ് ഇത്തരത്തിൽ മണിക്കൂറുകളോളം ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും തടഞ്ഞു വെക്കുകയും ഇയാളുടെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ പിടിച്ചു സാഹചര്യം ഉണ്ടായത്. എന്നാലും ഇത് പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ 3 പേരാണ് അറസ്റ്റായിരിക്കുന്നത്. 3 പേരും SDPIയുടെ സജീവ പ്രവർത്തകരാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ശ്രീജ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.